പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഡൽഹിയിലെത്തി. വിമാനത്താവളത്തിൽ വൈകാരിക വരവേൽപ്പ്. ഫോഗട്ടിനെ സ്വീകരിക്കാനെത്തിയത് നൂറുകണക്കിന് ആളുകൾ. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. തീരുമാനം നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷം തീരുമാനം. കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നതിൽ പ്രതിഷേധം ശക്തം. IMA നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പണിമുടക്കൽ പൂർണ്ണം. OP സേവനങ്ങളും അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങി. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ CBI കസ്റ്റഡിയിൽ. ആശുപത്രി ആക്രമണത്തിൽ 30 പേർ പിടിയിൽ. ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ ഇനിയും കണ്ടെത്താനായില്ല. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ഡ്രഡ്ജർ എത്തിക്കുന്നത് വൈകുന്നുവെന്ന് ജില്ലാ ഭരണകൂടം. തിരച്ചിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കുടുംബം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. പത്തനംതിട്ടയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. കോട്ടയം കുട്ടിക്കൽ കാവലി റോഡിൽ മണ്ണിടിച്ചിൽ. ഇടുക്കി മുള്ളരിങ്ങാട് വൈദികൻ സഞ്ചരിച്ച കാർ ഒഴുക്കിൽപ്പെട്ടു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണറുടെ അനുമതി. നടപടി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് സ്ഥലം അനുവദിച്ചതിലെ ക്രമക്കേടിൽ. ഗവർണറുടെ നീക്കം കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നെന്ന് കോൺഗ്രസ്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സംഘർഷം സ്കൂൾ കുട്ടികൾ തമ്മിലെ തർക്കത്തിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റത്തിന് പിന്നാലെ. ഉദയ്പൂരിൽ നിരോധനാജ്ഞ.